ഓരോ ദിവസവും ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പറയുന്ന ദുആ വസിയത്താണ്, ഉസ്താദെ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ പറ്റാതെ വിഷമത്തിലാണ്. ഇത് പറയുമ്പോൾ ബാങ്കിലെ ലോൺ എടുക്കാമോ, എന്താണ് അതിൻ്റെ വിധി, അതും പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. ബാങ്കിലെ ലോൺ അടക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, ജപ്തി നോട്ടീസ് വന്നവർ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ ഞങ്ങൾ വീട് അടിച്ചു പൂട്ടും, അങ്ങനെ ഒരു കേസിൽ പെട്ടുപോയവർ, അതുപോലെ തന്നെ കുറി, ഉസ്താദ് അടുത്ത കുറി എനിക്ക് കിട്ടണം, ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം എന്നൊരു സഹോദരി ദ്വാവസിയത്ത് പറഞ്ഞു. അവർക്കും കുന്നോളം കടമുണ്ടെങ്കിലും മലയോളം കടമുണ്ടെങ്കിലും അതൊക്കെ വീട്ടാനുള്ള 5 വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നത്. അവസാനം വരെ കാണുക. ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഈ 5 കാര്യമോ ചെയ്യാൻ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട കടത്തിൽ നിന്നും അള്ളാഹു സലാമത്ത് നൽകും. അള്ളാഹു നൽകട്ടെ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്, അവസാനം വരെ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, ബറക്കത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുണ്യമായ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾക്കും അള്ളാഹു ഒരുപാട് ഇരട്ടി പ്രതിഫലം വെച്ചിട്ടുണ്ട്. ആ ഇരട്ടി പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ റജബ് മാസത്തിലും അതല്ലാത്ത മാസങ്ങളിലൊക്കെ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ സ്നേഹബന്ധു മിത്രാദികൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പഞ്ചാരക്കുന്നിൻ്റെ മേൽ തേനിൻ്റെ മഴ പെയ്താൽ എങ്ങനെയുണ്ട്, അതേപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. കാരണം റജബാണെന്ന് നമുക്ക് വെറുതെ കിട്ടിയതല്ലല്ലോ. റജബ് മാസം വെറുതെ നമ്മളിലേക്ക് വന്ന് നമ്മൾ ദുആരക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബൻ. റബ്ബേ, ഈ റജബ് ഞങ്ങൾക്ക് നീ വെറുതെ ആക്കരുത്, റജബിൽ ഞങ്ങൾക്ക് ഒരുപാട് ബറക്കത്ത് നൽകണമെന്ന് ഓരോ മുഅ്മിനും ദുആരക്കുകയാണ്. ആ ദുആ നമ്മൾ നിത്യമായി കൊണ്ടുപോകണം. എല്ലാ നിസ്കാരത്തിന് ശേഷവും. ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ ഇപ്പോൾ ഉപ്പമാരൊക്കെ അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് ദ്വാരക്കുമ്പോൾ ആമീൻ പറയാറുണ്ട്. പക്ഷെ ഉമ്മമാർക്ക് ആ ഒരു അവസരം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ദ്വാരക്കണം കേട്ടോ. നിങ്ങൾ തന്നെ ആ ദുആ നിങ്ങളുടെ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം പറയണം. അതല്ലാത്ത സമയത്തൊക്കെ പറയാം. നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല ഈ ദുആ നമുക്ക് ഏത് സമയത്തും പറയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എത്രയോ ആളുകൾക്കാണെന്നറിയോ റജബ് മാസം കിട്ടി, ശഅബാനും കിട്ടി, റമളാൻ കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു തആല നമുക്ക് ഈ പരിശുദ്ധമായ റമളാൻ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് വട്ടം സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് ഇബാദത്ത് എടുക്കാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും വലിയ പ്രയാസത്തിലാണ്. ആ പ്രയാസം ഉണ്ടായത് അവർ കാരണമല്ല, അവരുടെ മുൻകഴിഞ്ഞ തലമുറ കാരണമാണ്. ചിലപ്പോൾ വാപ്പ ഒരു വീട് പണിയാൻ വേണ്ടി ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്. ലോണിൻ്റെ ഇസ്ലാമിക വിധി അത് പാടില്ല എന്ന് തന്നെയാണ്. ലോൺ എടുക്കുക, പലിശക്ക് പൈസ എടുക്കുക, ഇതൊക്കെ ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഭൂരിഭാഗം മുസ്ലിമീങ്ങളും എന്ന് തന്നെ പറയാം ഈ ലോണിൻ്റെ പിടിയിൽ പെട്ടുപോയവരാണ്. ചിലപ്പോൾ സ്വർണം കൊണ്ടുപോയി പണയം വെക്കും, ആധാരം പണയം വെക്കും, അങ്ങനെ പല പല കുടുക്കുകളിലും പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ പെട്ടുപോയ ആ കുടുക്കുകളിൽ നിന്നും രക്ഷ കിട്ടാൻ മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ 5 മാർഗങ്ങളുണ്ട്. ഈ 5-ാലൊരു മാർഗം നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഈ വലിയ കുടുക്കുകളിൽ നിന്നും, അതുപോലെ കടത്തിൽ പെട്ടുപോയ ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് രൂപ കടത്തിൽ പെട്ടുപോയവർ, എങ്ങനെയാണ് ഈ കടം വന്നതെന്നറിയില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് രക്ഷ കിട്ടാൻ, സമാധാനം കിട്ടാൻ, കുന്നോളം കടമുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വലിയ രക്ഷ കിട്ടുന്നതിനുള്ള 5 മാർഗങ്ങൾ പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പല ആളുകളും ബാങ്കിൽ നിസ്സാര കാര്യത്തിന് ലോൺ എടുക്കുന്നവരുണ്ട്. നിസ്സാര കാര്യത്തിന് ലോൺ എടുക്കുന്നവർ, നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മൾ പെട്ടുപോകുന്ന സാഹചര്യമുണ്ടല്ലോ, അല്ലേ? അതല്ലേ ഈ പറയുന്നത്, പെട്ടുപോകുന്ന സാഹചര്യമുണ്ട്. ചില ആളുകൾ ഇനി ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയാലും ലോണിൻ്റെ പുറകിലൊന്നും പോവാത്ത ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു വാഹനം എടുത്തു, വണ്ടി എടുക്കാൻ പോകുകയോ ഒരു കാർ എടുക്കാൻ പോകുന്നു, 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയാണ് കാറിൻ്റെ വില. ആ സമയത്ത് എന്ത് ചെയ്യും? 15 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ ഇൻകം ടാക്സിൻ്റെ അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചോദ്യം വരും. ഇതെവിടുന്നാണ് പൈസ കിട്ടിയത്, എവിടുന്നാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്, അങ്ങനെയൊക്കെ ചോദിച്ച ആളുകൾ ഒരു പ്രയാസത്തിലാകും, പ്രശ്നത്തിലാകും എന്നറിയുമ്പോൾ
ചിലപ്പോൾ കമ്പനിക്കാർ പറയും കുറച്ച് പൈസ CC ആയിട്ട് അടച്ചാൽ മതി, അതായത് ഒരു പലിശ രൂപത്തിൽ അവിടെ വരും. അങ്ങനെ പെട്ടുപോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ പെട്ടുപോയിട്ട് പിന്നെ പെടാപ്പാടായി പോകുന്ന, അതായത് പിന്നെ അതിൽ നിന്നും കയറി വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഈ ജപ്തി നോട്ടീസ് വന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചില ആളുകൾ കുറിയിൽ പെട്ടുപോകാറുണ്ട്. ഹറാമായ കുറിയുണ്ട്, ഹലാലായ കുറിയുണ്ട്. ഹറാമായ കുറി ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണ വിവരം നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. കുറി എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പോൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കുറിയുണ്ട്, ചിട്ടി എന്ന് പറയും, ചിട്ടി കുറി അങ്ങനെയുണ്ട്. ഹലാലായതുണ്ട്, പറ്റുന്നതുണ്ട്. അപ്പോൾ അങ്ങനെ കുറിയുണ്ട്. അപ്പോൾ ഈ കുറി ആദ്യം അടിക്കണം. ഈ അടുത്ത കുറി എനിക്ക് വേണം ഉസ്താദെ, പ്രത്യേകം ദുആ രക്കണേ, അങ്ങനെ പറയുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. അടുത്ത ചിട്ടി, അടുത്ത കുറി എനിക്ക് കിട്ടണം. ചിലപ്പോൾ 50,000 രൂപ, 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയുടെയൊക്കെ കുറി ഉണ്ടാകും. 10 പേര് കൂടി, 11 പേര് കൂടി, അല്ലെങ്കിൽ 12 പേര് കൂടിയിട്ടായിരിക്കും ആ കുറി ഉണ്ടാവുക. അപ്പം അങ്ങനെ ഹലാലായ കുറി അത് വേഗത്തിൽ കിട്ടാൻ ഉസ്താദ് ദുആ രക്കണം. അങ്ങനെ സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ, പ്രതിസന്ധിയിലുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ഖൈറുണ്ടാവാൻ, അവരുടെ ജീവിതത്തിലുള്ള സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറാൻ മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഒരു നിസ്കാരമാണ്. ഒരു നിസ്കാരമുണ്ട്, അതുപോലെ തന്നെ ഒരു ദുആയുണ്ട്, അതുപോലെ ഒരു ഇസ്മുണ്ട്, അതുപോലെ ഒരു ദിക്റുണ്ട്, അതോടൊപ്പം തന്നെ ഒരു സൂറത്തും നമുക്ക് ഓതാനുണ്ട്. ഈ 5 കാര്യം കടം മാറാൻ, ഇതുപോലുള്ള ഈ പൈസയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ 5 കാര്യം ചെയ്താൽ, 5 കാര്യവും ചെയ്യാൻ പറ്റിയാൽ വേഗത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി മാറുമെന്നാണ്. ഒന്നാമത്തേത് നിസ്കാരമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ 2 റക്അത്തുള്ള നിസ്കാരം. കടത്തിൽ പെട്ടുപോയവരെ, ഒരുപാട് പൈസ കടം കൊടുത്തിട്ടുണ്ട് ഉസ്താദെ, അത് തിരിച്ചു കിട്ടുന്നില്ല, അത് തിരിച്ചു കിട്ടാൻ ഉസ്താദ് ഒന്ന് ദുആ രക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഒരുപാട് കടത്തിൽ പെട്ടുപോയി, ഇനി എന്താ പറയാ, ഒരു നയാ പൈസ പോലും കയ്യിലില്ല, 1 രൂപയുടെ തുട്ടുപോലും കയ്യിലില്ല. ഇനി എന്താണ്, ആത്മഹത്യയാണോ ഇനിയുള്ള പരിഹാരം എന്ന് വരെ ചിന്തിച്ചു പോകുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കടം എന്നുള്ളത് ഖബറിലേക്ക് എത്തിക്കുമെന്നാണ്. കടം എന്നുള്ളത് ഖബർ, ശരിയാണത്. കടം വന്നു കഴിഞ്ഞാൽ പിന്നെ കടം വീട്ടാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന ആത്മഹത്യയാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഷഹീദായിട്ടാണ് മരിക്കുന്നത് ഒരാൾ, അയാൾക്ക് എല്ലാ പാവങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു, പക്ഷേ അയാൾക്ക് കടമുണ്ടെങ്കിൽ ആ കടത്തിൻ്റെ പേരിൽ അള്ളാഹു പിടിച്ചു നിർത്തുമെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഇതാ വലിയൊരു പോംവഴിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തത് ഒരു നിസ്കാരമാണ്. ഏതാ നിസ്കാരം? 2 റക്അത്തുള്ള നിസ്കാരം. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, ജപ്തി നോട്ടീസ് വന്നവരെ, ലോണിൽ കുടുങ്ങിപ്പോയ ആളുകളെ, അതുപോലെ കുറി അടുത്തത് ഉസ്താദ് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾക്ക് കുന്നോളം കടമുണ്ടെങ്കിലും പ്രതിസന്ധികൾ മാറാൻ ഒരു നിസ്കാര മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. 2 റക്അത്ത് നിസ്കാരമാണ്. അതെപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? സുബഹിക്ക് മുമ്പുള്ള സമയത്താണ്. ആ നിസ്കാരത്തിൻ്റെ പേര് തഹജ്ജുദ് നിസ്കാരം എന്നാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉപ്പ, നിങ്ങൾക്ക് ജീവിതത്തിൽ കടം ഏൽക്കേണ്ടി വരില്ല. കടമുണ്ടെങ്കിൽ വേഗത്തിൽ അത് വീട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരുന്നതാണ്. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാ? കടമുള്ള ആളുകളെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് അല്ലാഹുവേ നിനക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കൈകെട്ടി നിയ്യത്ത് വെച്ച് കൈകെട്ട് അല്ലാഹു അക്ബർ കൈകെട്ടിയിട്ട് വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതിയതിനു ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് നമ്മൾ 3 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ഓതുക. ശേഷം 3 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. 3 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യം ഫാത്തിഹ ഓതുക, ശേഷം 3 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണം. അതുപോലെ തന്നെ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, സൂറത്ത് ഓതണം. 1 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക്, 1 പ്രാവശ്യം സൂറത്തുൻ നാസ്. അപ്പോൾ 3 പ്രാവശ്യം ആയത്തുൽ കുർസി, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, 1 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക്, 1 പ്രാവശ്യം സൂറത്തുൻ നാസ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മൾ ഓതുക. ഓതിയിട്ട് സാധാരണ റുക്കൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, അതിൻ്റെ ഇടയിൽ ഇരുത്തം, വീണ്ടും സുജൂദ്. അത് പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് വന്നു. 2ാമത്തെ റക്അത്തിൽ വന്നിട്ട് വീണ്ടും നമ്മൾ ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം ഇപ്പോൾ ആദ്യത്തെ റക്അത്തിൽ ചെയ്തതുപോലെ 3 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, 1 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക് ഓതുക, 1 പ്രാവശ്യം സൂറത്തുൻ നാസ് ഓതുക. ഇതാണ് നിസ്കാരം.
ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം വീട്ടി കഴിഞ്ഞിട്ട് രണ്ടാമതായി ചെയ്യേണ്ടത്, ആദ്യത്തെ നിസ്കാരമാണ്, രണ്ടാമതായി ചെയ്യേണ്ടത് ഒരു ദുആയാണ്. ഏതാണ് ആ ദുആ? കടം കൊണ്ട് വലന്നവരെ, നിങ്ങൾക്ക് വലിയ പ്രതിസന്ധിയിൽ നിന്നും രക്ഷ കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചൊരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? നല്ല ആത്മാർത്ഥതയോടുകൂടി 3 പ്രാവശ്യം നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദുആ പറയുക. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഈ ദുആ എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിനൽ ഹമ്മി വൽ ഹസൻ, മനോവിഷമത്തിൽ നിന്നും മനപ്രയാസത്തിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അലസതയിൽ നിന്നും അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വത്തെ തൊട്ടും പിശുക്കിനെ തൊട്ടും റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രി റിജാൽ, കടബാധ്യത അല്ലാ എനിക്കൊരുപാടുണ്ട്, നീ അത് മാറ്റിത്തരണേ റബ്ബേ. കടബാധ്യതയെ തൊട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർ അടിച്ചമർത്തുന്നതിനെ തൊട്ടും മേൽക്കോയ്മ കാണിക്കുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതായത് ജപ്തി വന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ അല്ലാ. അള്ളാഹുവെ ലോൺ അടക്കാൻ പറ്റാതെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അള്ളാഹുവെ കുറി അടിക്കാതെ ഒരു വിഷമത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടെത്തിക്കല്ലേ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഏതാ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രി റിജാൽ. ഈ ദുആ പറയുക. ഈ ദുആ 3 പ്രാവശ്യം പറയുക. അപ്പോൾ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ രൂപം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് ദുആയാണ്, ദുആയിൻ്റെ രൂപം പറഞ്ഞു. മൂന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇസ്മാണ്. ഏതാണ് ആ ഇസ്മ്? 2 ഇസ്മുകളുണ്ട്. ഒന്നാമത്തേത് യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്. ഈ യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മും അതുപോലെ തന്നെ യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് പറയാം. യാ ബാസിത്തു യാ ഖവിയ്യു യാ അല്ലാഹ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ യാ ബാസിത്തു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്. അപ്പോൾ ഈ 2 ഇസ്മു പറഞ്ഞാൽ മതി. ഈ 2 ഇസ്മുകൾ നിത്യമാക്കണേ. എപ്പോൾ? ഓരോ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും 5 പ്രാവശ്യം വീതം പറയണം. 5 പ്രാവശ്യം വീതം പറയണം. യാ ബാസിത്തു യാ അല്ലാഹ്, എല്ലാം വിശാലമാക്കി തരുന്ന റബ്ബേ, എൻ്റെ കടങ്ങൾ മാറ്റി എൻ്റെ സമ്പത്ത് നീ വിശാലമാക്കി തരണേ അല്ലാഹ്. യാ ഖവിയ്യു യാ അല്ലാഹ്, എത്ര മലയോളം കടമുണ്ടെങ്കിലും കുന്നോളം കടമുണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ നിനക്ക് നിമിഷ നേരം മതി, നിനക്കതിന് കഴിവുണ്ട് റബ്ബേ. അപ്പോൾ യാ ബാസിത്തു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ് എന്ന ഈ 2 ഇസ്മുകൾ പറയുക. നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ദുആയിൻ്റെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ ഇസ്മിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ദിക്റാണ്. കടങ്ങൾ മാറാൻ നബി തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. ഏതാണ് ആ ദിക്ർ? അത് അള്ളാഹുവിൻ്റെ ഇസ്മുമായി ബന്ധപ്പെട്ടും കിടക്കുന്ന ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇതാണ് ആ ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഈ ഒരു ദുആ, ഈ ഒരു ദിക്ർ, ഈ ഒരു ഇസ്മിന് 3ആയിട്ടും നമുക്കിതിനെ പരിഗണിക്കാവുന്നതാണ്. ഈ ഒരു ദിക്ർ നമ്മൾ എല്ലാ സമയത്തും പറ്റുന്നത് പോലെ, ഇത് കൃത്യമായി എണ്ണം പറയുന്നില്ല, പറ്റുന്നത് പോലെ ഈ ഒരു ദുആ, ഈ ഒരു ദിക്ർ, ഈ ഒരു ഇസ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കടങ്ങളുള്ളവർക്ക് വേഗത്തിൽ അത് മാറാൻ വലിയ ഒരു പോംവഴിയാണ്. ഇനി 5ആമതായി നമുക്ക് പറയാനുള്ളത് ഒരു സൂറത്താണ്. ഏതാണ് ആ സൂറത്ത് എന്നറിയോ? വിശുദ്ധമായ ഖുർആനിലെ 66ാമത്തെ സൂറത്താണ് സൂറത്തു തഹ്രീം. സൂറത്തു തഹ്രീം ഉണ്ട്, 66ാമത്തെ സൂറത്ത്. ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റിൽ താഴെ, 5 മിനിറ്റ് 4 മിനിറ്റ്, ഒരു 3 മിനിറ്റോ ഒക്കെ മതി വേഗത്തിൽ ഓതുന്നവർക്ക്. ആ ഒരു സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് ഓതിയാൽ മതി. ഇത് ഓതിയിട്ട് പ്രത്യേകം ദുആരക്കുക. ഏത് ദുആരക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം, തഹജ്ജുദ് നിസ്കാരം എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ സൂറത്ത് ഓതുക.
നമ്മൾ പറഞ്ഞ ഇസ്മുകൾ പാരായണം ചെയ്യുക, നമ്മൾ പറഞ്ഞ ദുആരക്കുക, നമ്മൾ പറഞ്ഞ ദിക്റുകൾ പറയുക. ഇതൊക്കെ പറഞ്ഞിട്ട് നല്ല രൂപത്തിൽ അള്ളാഹിനോട് മലയാളത്തിൽ പടച്ച റബ്ബേ എൻ്റെ കടങ്ങൾ നീ മാറ്റി തരണേ അല്ലാ, എന്നെ നീട്ട് വട്ടം കറക്കല്ല റബ്ബേ, എന്നെ നീ പരീക്ഷിക്കില്ല എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞു ദുആരക്കുക. അള്ളാഹു തആല ഇൻഷാ അല്ലാഹ് കടങ്ങൾ മാറ്റും. ജപ്തി നോട്ടീസ് വന്നവരെ അതൊക്കെ മാറ്റി കിട്ടും. ലോൺ എടുത്തവരെ ആ ലോണൊക്കെ തിരിച്ചടക്കാനുള്ള എല്ലാ വലിയ ഖൈറും അള്ളാഹു തആല തരും. എല്ലാം അള്ളാഹു തആല സലാമത്താക്കുന്ന വഴികൾ നമുക്ക് തുറന്നു തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോവണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല കടങ്ങളില്ലാത്തവരായി മരിക്കുന്ന സമയത്ത് ഒരു കടവുമില്ലാത്തവരായി നല്ല ഖൈറായ മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള സലാമത്തും അള്ളാഹു നൽകുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വായുണ്ട് ഇൻഷാ അല്ലാഹ്, ഇനിയും ഉണ്ടാകും. അള്ളാഹു തആല നമ്മളോട് ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും അള്ളാഹു ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാ വിഷമങ്ങളും മാറ്റി തരട്ടെ, സലാമത്ത് നൽകട്ടെ. അള്ളാഹു തആല ഇരുലോക വിജയികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ, ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.